Good afternoon to all. This is the second class, our second class, second Hindi period. Already in our first period we studied the letters, Hindi letters, Swara Varna, Vyanjan Varna, Sanyukta Varna, everything we studied in last class. This is the second class. Today we are going to study the first poem from your textbook. This is your textbook. Everybody have the textbook? Okay, Vasant Bhag 2. First lesson, Hum Panchi Unmukt Gagan Ge. Your textbook, 7th standard Hindi, first lesson, Hum Panchi Unmukt Gagan Ge. First lesson, Hum Panchi Unmukt Gagan Ge. What is the lesson name? Hum Panchi Unmukt Gagan Ge. कविताकार का नाम है शिवमंगल सिंह सुमन. The poet's name. What is the poet's name? शिवमंगल सिंह सुमन. श्री शिवमंगल सिंह सुमन की एक छोटी कविता है हम पंछी उन्मुक्त गगन गे. ഈ പേര് കേട്ടിട്ട് നിങ്ങൾക്ക് പാഠത്തെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഹം പഞ്ചി. പഞ്ചി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പഞ്ചി? പഞ്ചി എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പഞ്ചി എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? യെസ്, പഞ്ചി എന്ന വാക്കിന്റെ അർത്ഥം പക്ഷി എന്നാണ്. ലാസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ പോയം 6th നിങ്ങൾ പഠിച്ചതും ഈ പക്ഷിയുടെ സാധനത്തെ കുറിച്ചുള്ളതാണ് അല്ലേ? അപ്പൊ പഞ്ചി എന്ന വാക്കിന്റെ അർത്ഥം പക്ഷി എന്നാണ്. പക്ഷി അല്ലേ? शिवमंगल सिंह सुमन की एक छोटी कविता है हम पंछी उन्मुक्त गगन के. ഈ പോയത്തില് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ആ ഫസ്റ്റ് 4 ലൈൻ ഒന്ന് വായിക്കാം. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചിട്ട് ആ പോയത്തിലെ മിസ് വായിക്കുന്ന വരിയിൽ കഴിച്ചിരിക്കണം. ഈ ലെസൺ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ആ ഫസ്റ്റ് 4 ലൈൻ പഠിക്കുമ്പോൾ അതിന് ഇവിടെ ഒരു ഹ എന്നൊരു വാക്ക് എടുക്കുന്നു. കണ്ടോ? ഹ എന്നൊരു അക്ഷരം, സ്വരം, എന്താണ്? വ്യഞ്ജനാക്ഷരം. ആ ഹ ഏതാണ്? നമ്മൾ ഇന്നലെ പഠിച്ചു. ഏതാണ്? യ, ര, ല, പ, ശ, ഷ, സ, ഹ. ഊഷ്ണില് വരുന്ന വ്യഞ്ജനമാണ് ഹ. അപ്പൊ ഈ ഹ എന്ന് പറയുന്ന അക്ഷരം എടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഫസ്റ്റ് ലൈൻ, പോയത്തിന്റെ ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത് മ പഞ്ചി എന്നാണ്. പക്ഷെ നമ്മൾ വായിക്കേണ്ടത് ആ ഹായും കൂടി ചേർത്തിട്ട് ആ ഹാ, ഇവിടത്തെ ഹായാണ് വലുതാക്കി അത് ഇട്ടേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പോയം വായിക്കേണ്ടത് ലെസന്റെ പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം, ഹം പഞ്ചി. അപ്പൊ ഇവിടെയും നിങ്ങൾ ആ മായുടെ കൂടെ ഹാ കൂടെ ചേർത്ത് വായിക്കുക. ഹം പഞ്ചി ഉന്മുക്ത് ഗഗൻ കെ പിഞ്ചർ ബദ് न गा पाएंगे कनकतीलियों से टकराकर पुलकित पंख टूट जाएंगे. कहानी कविताकार का नाम क्या है? कविताकार का नाम poet's name. What is the poet's name? शिवमंगल सिंह सुमन. അദ്ദേഹം തന്റെ ഈ കവിതയിലൂടെ നമ്മളോട് പറയുകയാണ്, കവി പക്ഷിയെ കുറിച്ച്, പക്ഷി പറയുന്നതായിട്ട് നമ്മളോട് പറയുകയാണ്. പക്ഷിയുടെ മനസ്സിലെ ആഗ്രഹം, പക്ഷിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് കവിതയിലൂടെ കവി നമ്മളോട് പറയുകയാണ്. ഹം പഞ്ചി ഉന്മുക്ത് ഗഗൻ ഗേ. ഞങ്ങൾ പക്ഷികൾ അല്ലെ? ഹം എന്ന് പറഞ്ഞ അർത്ഥം ഞങ്ങൾ. എന്താണ്? പഞ്ചി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പഞ്ചി? പക്ഷി അല്ലെ? ഞങ്ങൾ പക്ഷികൾ. ഉന്മുക്ത് ഗഗൻ ഗേ. ഉന്മുക്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉന്മുക്ത്, ഖുല, സ്വതന്ത്ര. ആകാശത്തിന്റെ പ്രത്യേകത എന്താണ്? എവിടെയെങ്കിലും വേലിയോ മതിലോ കെട്ടി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ്? ഓപ്പൺ സ്കൈ എന്നാ പറയാ അല്ലെ? തുറന്ന ആകാശം. ആകാശത്തിന്റെ വാതിലുകൾ പലപ്പോഴും തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ എന്താണ്? ആകാശത്തിൽ ഒരു സ്ഥലത്തും വാതിലുകൾ, എവിടെയും ഒരു സ്ഥലത്തും എവിടെ മതിലോ വേലിയോ ഭിത്തിയോ ഒന്നും കെട്ടി തിരിച്ചിട്ടില്ല. അപ്പോ പക്ഷി പറയുകയാണ്, ഞങ്ങൾ പക്ഷികൾ എങ്ങനെയാണ്? സ്വതന്ത്രമായ ആകാശത്തിലെ. ഉന്മുക്ത് മീൻസ് കുല, ഉന്മുക്ത്, ഉന്മുക്ത് കുല, ഉന്മുക്ത് ഗഗൻ ഗേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഗഗൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗഗൻ? ഗഗനം, വാനം. പഠിച്ചിട്ടുണ്ട്. ഗഗനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗഗൻ, സ്കൈ അല്ലെ? ആകാശം. ഞങ്ങൾ പക്ഷികൾ കീപ്
സഞ്ചാരികളാണ്, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവയാണ് അല്ലേ. അവ പക്ഷികൾ എപ്പോഴെങ്കിലും താഴെ കൂടെ നടന്ന് പോകുമ്പോൾ നമ്മൾ സാധാരണ കാണും കാക്ക, കോഴി, ചെറിയ ഇതൊക്കെ താഴെ പോവുമെങ്കിലും കോഴി സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്നതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കാണും. പക്ഷേ പക്ഷികൾ കാക്കയുടെയാണ് എപ്പോഴും മുകളിൽ കൂടെ പറക്കുന്നതാണ്, ആഹാരം കൊത്തി കഴിക്കാനാണ് താഴേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ഈ പക്ഷി പറയുന്നത് ഞങ്ങൾ പക്ഷികൾ ആകാശത്തിലെ സഞ്ചാരികളാണ്, ആകാശ സഞ്ചാരികളാണ്. പിഞ്ചർ ബർഡ് ന गा पाएंगे എന്താണ് നമ്മളോട് പറയുന്നത്? പിഞ്ചർ ബർഡ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് പിഞ്ചർ ബർഡ്? പിഞ്ചർ, പിഞ്ചർ മീൻസ് പിഞ്ചര, പിഞ്ചരേ. എന്താണ് പിഞ്ചർ? പിഞ്ചർ മീൻസ് പിഞ്ചരേ അല്ലേ. ഞങ്ങൾക്ക് ഈ എന്തിനാണ് പിഞ്ചർ മീൻസ് പിഞ്ചരേ, പിഞ്ചരേ മീൻസ് കേജ്, കൂട് അല്ലേ. പക്ഷിയെ അകത്ത് പിടിച്ചിട്ടാൽ, കൂട്ടിൽ ബന്ധിച്ചാൽ എന്താ പറയുക? ഞങ്ങൾക്ക് പാടാൻ സാധിക്കില്ല. പക്ഷി പറയുകയാണ് നമ്മളോട്, ഞങ്ങൾ പക്ഷികൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളെ ഒരു കൂട്ടിൽ പിഞ്ചർ ബർഡ്, കൂട്ടിൽ അടയ്ക്കപ്പെട്ടാൽ, പിഞ്ചരമേ ബന്ധു ഹോനേസേ എന്താണ് കൂട്ടിലേക്ക് ഞങ്ങളെ അടച്ചാൽ ഞങ്ങൾക്ക് പാടാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്താണ് സ്വതന്ത്രമായിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ ഞങ്ങൾക്ക് കൂടിനകത്തിരുന്ന് ഒരിക്കലും പാടാൻ പറ്റത്തില്ല. എല്ലാവരും മുമ്പൊക്കെ നമ്മളെ കുറിച്ച് ജസ്റ്റ് ഇപ്പൊ നമ്മളെ തന്നെ നമുക്കൊന്ന് ഉപമിച്ച് നോക്കാം. നമ്മൾ എപ്പോഴും ഇന്ന് അവധിയായാൽ മതി, വീട്ടിൽ ഇരുന്നാൽ മതി, വെള്ളപ്പൊക്കം വരുമ്പോൾ ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ അല്ലേ. നമ്മൾ ആദ്യം എന്താണ് ടി വി വന്നിട്ട് രാത്രി 10 മണി വരെ 11 മണി വരെ ടിവിയുടെ ഫ്രണ്ടിലിരിക്കും. എന്നിട്ട് ചോദിക്കും, അമ്മേ ആലപ്പുഴ ജില്ലയ്ക്ക് അവധിയുണ്ടോ അല്ലേ, അമ്പലപ്പുഴ താലൂക്കിന് അവധിയുണ്ടോ, ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ ബോറടിക്കുന്നില്ലേ? ശരിക്കും വീട്ടിലിരുന്നിരുന്ന് മടുത്തു, കൊറോണയാകുന്നുണ്ട്. അതേസമയത്ത് ക്ലാസ് ഇല്ലാതെ വരികയും കളിക്കാനൊക്കെ പുറത്തോട്ട് പോകാനും പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കുറച്ചുകൂടി എൻജോയ് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിൽ, നമ്മുടെ വീടിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിലിരുന്ന് നമ്മൾ ബോറടിച്ച് പുഴയുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് മടുത്തു അല്ലേ. വീട്ടിലിരുന്ന് പഠിക്കുന്നതിന്റെ മൊബൈലിലൂടെ പഠിക്കുന്ന, മറ്റേത് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം കിട്ടാതാവുമ്പോൾ മാത്രമേ നമ്മൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ എന്തൊക്കെയാണ് കിട്ടിയിരുന്നത്, എന്തൊക്കെയാണ് ആസ്വദിച്ചിരുന്നത് അല്ലേ. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം, ഇപ്പോൾ നിങ്ങളെല്ലാവരും 12 വയസ്സ് 13 വയസ്സൊക്കെ ആയവരാണ്. 4ാം ക്ലാസ്സിൽ LKG വന്ന് ചേർന്നവരാണ്. LKG UKG മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പോൾ 7ാം ക്ലാസ് വരെ ആയി. ഈ 7ാം ക്ലാസ് വരെയുള്ള സ്വാതന്ത്ര്യം നേടി എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ് റൂമിൽ ഇരുന്ന് ആസ്വദിച്ചിരിക്കുക അല്ലേ. എന്തൊക്കെ സന്തോഷമായിരുന്നു. ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാലും അടിച്ചാലും പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാലും ക്ലാസ്സിൽ TV ഇടുമ്പോൾ ഫസ്റ്റ് കിട്ടുമ്പോൾ അല്ലേ, എന്തൊക്കെ സന്തോഷം നമുക്ക് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ആ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അതുപോലെയാണ് പക്ഷി പറയുന്നത്, ഇപ്പൊ നമ്മളെ പിടിച്ച് വീടിനകത്തിട്ടിരിക്കുകയാണ്. കൊറോണ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവി നമ്മുടെ ജീവിതത്തെ ആകെപ്പാടെ തകിടം മറിച്ചിരിക്കുന്നു അല്ലേ. നമ്മൾ വീടിനകത്ത് പെട്ടുപോയിരിക്കും, നമുക്ക് പുറത്തോട്ടിറങ്ങാൻ നിർവാഹമില്ല. നമ്മൾ വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് മടുത്തു അല്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കളിച്ച് കണ്ണിൻ്റെ മൊബൈൽ ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികൾ കളിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയി, നോട്ട്സ് എഴുതണമെന്നില്ല, പഠിക്കണമെന്നില്ല, ആകെപ്പാടെ അലസന്മാരായിട്ട് മാറും അല്ലേ. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയത്തെ നിലനിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ രീതിയിൽ വരാനുള്ളവരാണ്. അപ്പോൾ ഓർത്തോളുക, പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് കറക്റ്റ് ടൈമിൽ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിലേക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മടിയൊന്നും വിചാരിക്കരുത്. ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാ ദിവസവും അരമണിക്കൂർ വീതം ഓരോ ടെക്സ്റ്റ് ബുക്കും വായിക്കുക, പഠിക്കുക. നിങ്ങൾ നോക്കി നോക്കിയേ, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ സ്കൂളിൽ ചിലവഴിച്ചിരുന്നവരാണ് നിങ്ങൾ. ആ അത്രയും സമയം സ്കൂളിൽ 7 മണിക്കൂറോളം സ്കൂളിൽ ചിലവഴിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ട്യൂഷനായി, ഹോംവർക്കായി, വൈകിട്ട് ഒരുപാട് പണികളുണ്ട്. ഇപ്പം നമ്മൾ വെറും വീട്ടിലിരുന്നിട്ട് ഒരു 1-2 മണിക്കൂർ മാത്രമേ നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുള്ളൂ. അത് നിങ്ങൾ സിൻസിയറായിട്ട് ആ സമയം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് ആ യൂസ്ഫുൾ ആക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മിസ് പറഞ്ഞത് നമ്മൾ കൊറോണ മൂലം വീട്ടിൽ അടയ്ക്കപ്പെട്ട ഒരവസ്ഥയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് സന്തോഷമുണ്ടോ? പേരൻസ് അങ്ങോട്ട് പോകരുത്, അവിടെ തുടരുത്, ഇവിടെ തുടരുത്, പുറത്തോട്ടൊരു ബീച്ചിലോ പാർക്കിലോ എവിടെയും പോകാൻ സ്വാതന്ത്ര്യമില്ല. ഒരു സിനിമ കാണാൻ പോകാനോ ഏതെങ്കിലും ഷോപ്പിൽ പർച്ചേസിനോ ഒന്നിനും നമുക്ക് സ്വാതന്ത്ര്യമില്ലാതായി. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്താണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ തുടരുത്, അങ്ങോട്ട് പോകരുത്, മാസ്ക് വയ്ക്കുക, കൈ അവിടെ ഇവിടെ തുടരുത്, ഒരാളെ പോലും നമ്മുടെ ബന്ധുക്കൾ വീട്ടിലുള്ള
കുറച്ചൊരു അകലം പാലിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം വരുന്ന വഴിക്ക് ആരുടെയൊക്കെ എടുത്തുനിന്നാണ് എവിടെയൊക്കെയാണ് എന്താണ് വൈറസ് എന്തെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ അത്ര കെയർ ആയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ അപ്പം നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ. നമുക്ക് സന്തോഷമായിട്ട് പുറത്തെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനാണോ അല്ലേ ഇഷ്ടം? അത് ഒരു മുറിയിൽ തന്നെ അടച്ചിരുന്ന് ഒരു ദിവസമല്ല ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അടച്ചിരിക്കാൻ പറ്റും. ഈ കുറേ കാലങ്ങളായിട്ട് നമുക്ക് അടച്ചിരിക്കുന്ന താല്പര്യമുണ്ട് ഇല്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുകയാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൊല്ലുകയാണ്. അതേ അവസ്ഥയിലാണ് ഈ പക്ഷി പറയുന്നത്. എന്താണ് ഈ പക്ഷിയെ നമ്മൾ പിടിച്ചിട്ട് പിന്നെ നമ്മൾ അനുവദിക്കണം അതിന് പോകണമെങ്കിൽ അല്ലേ? നമ്മൾ ആ കൂട് തുറന്നു വിട്ടാലേ അതിന് പോകാൻ സാധിക്കും. ഇപ്പൊ പക്ഷി പറയുകയാണ്, ഞങ്ങൾ സ്വതന്ത്ര സഞ്ചാരികളായ പക്ഷികളെ നിങ്ങൾ കൂട്ടിലടച്ചാൽ ഞങ്ങൾക്ക് പാടാൻ സാധിക്കുകയില്ല. പിഞ്ചർ ബർത്ത് ഞങ്ങൾക്ക് പാടാൻ സാധിക്കില്ല. പക്ഷി പറയാണ് ഗാന മീൻസ് എന്താണ്? ടു സിംഗ്, പാട്ട് പാടുക. അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. പക്ഷി പറയാണ് നിങ്ങൾ ഒരു പക്ഷേ എന്നെ ഇടുന്ന കൂട് എന്താകാം? സ്വർണ്ണക്കൂടാകാം അല്ലേ? ഒരു സ്വർണ്ണം കൊണ്ടുള്ള ഒരുപാട് നല്ല പൈസയൊക്കെയുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ സ്വർണം മിനുക്കിയ കമ്പി, സ്വർണത്തിന്റെ കളറുള്ള കമ്പിയിലായിരിക്കും, അങ്ങനെയുള്ള കമ്പി കൊണ്ടായിരിക്കും കൂട് നിർമ്മിച്ചിരിക്കുക. പക്ഷിക്ക് സ്വർണ്ണക്കൂടായാലും ഇരുമ്പിന്റെ കൂടായാലും ഏത് ലോഹം കൊണ്ടുണ്ടാക്കിയ കൂടായാലും അത് എന്താണ്? അതിനൊരുപോലെയാണ്. അതിനെന്തിനാണ് സ്വർണം? പക്ഷിക്ക് സ്വാതന്ത്ര്യം, അതിന് സ്വതന്ത്രമായ ആകാശത്തിൽ പറക്കണം, നദിയിലെ വെള്ളം കൊത്തി കുടിക്കണം. അതല്ലേ നിങ്ങൾ 6th പഠിച്ചിട്ടുള്ളത് അല്ലേ? പിന്നെ നദിയിൽ കൂടി ഒഴുകുന്ന വെള്ളം കുടിക്കുക, സ്വതന്ത്രമായ ആകാശത്തിൽ പറക്കുക, മരങ്ങളിൽ നിന്ന് കടുവി, നിബൗരി അല്ലേ? എന്താണ് നിബൗരിയൊക്കെ കൊത്തിയിട്ട് കഴിക്കണം അല്ലേ? നമ്മുടെ എന്താണ് ആയുർവേദം അതൊക്കെ കൊത്തി കഴിക്കണം. അതൊക്കെയാണ് അതിന്റെ സന്തോഷം എന്നാണ് പക്ഷി പറയുന്നത്. അപ്പൊ ഇവിടെ പക്ഷി പറയുകയാണ് കനക്തീരിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സോനേക്ക് സലാഖയും സ്വർണ്ണ കമ്പികൾ ഈ കൂട്ടിലെ നിർമ്മിക്കപ്പെട്ട ഈ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടിലെ സ്വർണ്ണ കമ്പികളിൽ തട്ടി, ടക്കരാന ഒരയുക, അതിൽ തട്ടി ഇപ്പൊ സന്തോഷം കൊണ്ട് അതിങ്ങനെ ചിറക് മുട്ടി ഒന്ന് പറക്കാൻ ആഗ്രഹിച്ചാൽ അതിന്റെ ചിറകുകൾ ഈ സ്വർണ്ണ കമ്പികളിൽ മുട്ടിയിട്ട് പങ്ക് എന്താണ്? പങ്ക് മീൻസ് ചിറകുകൾ, വിങ്സ് അല്ലെ? പങ്ക് ചിറകുകൾ, പങ്ക് കനക് മീൻസ് എന്താ? കനക്ടീരിയം എന്താ? കനക്ടീരിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാ? സോന അല്ലെ? സ്വർണ്ണ സോന. സ്വർണത്തിന്റെ കമ്പികളിൽ തട്ടി എങ്ങനെയുള്ള പങ്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്? സന്തോഷത്താൽ ഇങ്ങനെ അടിക്കുന്ന ചിറകുകള് ഒടിഞ്ഞു പോകാം എന്നാണ് കവി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫസ്റ്റ് 4 ലൈൻസിന്റെ മീനിങ്സ് ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടെ ആ പോയിന്റ്സ്, ആ ലൈൻസ് ഒന്നുകൂടെ മിസ് വായിക്കാം. ഹം പഞ്ചി മുക്ത് ഗഗൻ കെ പിഞ്ചർ ബദ്ന गा पाएंगे കനക്തീരിയോ സേ ടകരാകർ പുളകിത് പങ്ക് ടൂट जाएंगे. ക്ലിയർ ആയോ? 4 വരി അതാണ് പോയത്. ഇനി അടുത്തത് हम बहता जल पीने वाले मर जाएंगे भूखे प्यासे कहीं भली है कड़क निबौरी कनक कटोरी की मैदा से. കവി ആണ് വീണ്ടും പക്ഷി നമ്മളോട് പറയുകയാണ്, ഹം ബഹ്താ ജൽ പീനെ വാലെ, ഞങ്ങൾക്ക് ഏത് വെള്ളം? ബഹ്താ ജൽ മീൻസ് ഫ്ലോയിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളം. ഞങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കുടിക്കാനാണ് ഇഷ്ടം അല്ലെ? ഈ ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നദിയിലൊക്കെ ഒഴുകുന്ന, അരുവിലൊഴുകുന്ന, തോട്ടിലൂടെ പോകുന്ന വെള്ളം കുടിക്കാനാണ് പക്ഷിക്ക് ഇഷ്ടം. അല്ലാതെ നമ്മൾ കൂട്ടിനകത്ത് ഒരു സ്വർണ്ണ പാത്രം വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചാൽ അതെനിക്ക് കുടിക്കണ്ട. പക്ഷെ നമ്മളോട് പറയാം എനിക്കത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. പിന്നെന്താണ്? ഹം ബഹ്താ ജൽ പീനെ വാലെ, ഞങ്ങൾക്ക് ഈ ഒഴുകുന്ന വെള്ളം കുടിക്കാനാണ് ഇഷ്ടം. മർ ജായെങ്കെ ഭൂക്കെ പ്യാസെ, ആ ഞങ്ങളെ പിടിച്ച് കൂട്ടിലിട്ടാൽ എന്താ സംഭവിക്കുക? മർ ജായെങ്കെ മീൻസ് മരിച്ചു പോകും, ഞങ്ങള് മരിച്ചു പോകും. എങ്ങനെ? ഭൂക്കെ പ്യാസെ മീൻസ് എന്താ? ഭൂക്ക് മീൻസ് ഹങ്കർ, വിശപ്പ് കൊണ്ട്. ഭൂക്ക് മീൻസ് ഹങ്കർ, പ്യാസ് മീൻസ് തേഴ്സ്റ്റ്, ദാഹം. അപ്പോ വിശപ്പും ദാഹവും കൊണ്ട് ഞങ്ങൾ മരിച്ചു പോകുമെന്നാണ് പക്ഷി പറയുന്നത്. കാരണം പക്ഷിക്ക് നമ്മൾ
എത്ര സ്വർണ്ണപാത്രത്തിൽ എന്ത് ധാന്യം കൊടുത്താലും എന്ത് വെള്ളം കൊടുത്താലും അത് കുടിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. ചില പക്ഷികളെ കൂട്ടിനകത്ത് പിടിച്ചിട്ടാണ് നമ്മുടെ മുത്തശ്ശന്മാരും ഒക്കെ പറയും, വെറുതെ അതുങ്ങളുടെ ശാപം മേടിച്ച് വെക്കേണ്ട. കാരണം ചിലപ്പോൾ ഇതുങ്ങൾ പക്ഷിക്കൂട്ടിൽ കിടന്ന് ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കിടന്ന് തലതല്ലി ചാവും. അതുങ്ങളെ തുറന്ന് വിടാൻ വേണ്ടി കിടന്ന് അടിച്ചടിച്ചടിച്ച് ചത്തുപോകും. നമുക്ക് അതിൻ്റെ എന്താണ് അതിന് ചാകാൻ കാരണക്കാർ നമ്മളായി, അത് മരിച്ചു പോകാനുള്ള കാരണക്കാർ നമ്മളായി എന്ന് വിചാരിക്കും. അപ്പൊ അത് ദോഷമാണെന്ന് പറയും. ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിലും സമ്മതിക്കത്തില്ല പിടിച്ച് കൂട്ടിലിടാൻ. അപ്പൊ ഇവിടെ പറയുന്നത് ഹം ബഹ്താജൽ പീനെ വാലെ മർ ജായേംഗെ ഭൂക്കെ പ്യാസെ, ഞങ്ങള് മരിച്ചു പോകും, വിശന്നും ദാഹിച്ചും ഞങ്ങള് മരിച്ചു പോകും. കഹീം ഹരി ഹേ കടുക്നി ബൗരി കനക് കട്ടോരി കി മൈദാസെ, ഞങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഹരി മീൻസ് അച്ചി, ഏറ്റവും നല്ലത് എന്താ പറയുന്നത്? പക്ഷി പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്താണ്? കടുക് നിബൗരി. കടുക് എന്താണ്? കടുക് നിബൗരി. കടുക് മീൻസ് കഡ്വി. കഡ്വി മീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൈപ്പുള്ള. കടുക് കഡ്വി. കടുക് കഡ്വി കൈപ്പുള്ള. കഹീം ഹരി ഹേ കടുക് നിബൗരി. നിബൗരി എന്താ? നിബൗരി. നിബൗരി കണ്ടിട്ടുണ്ടോ? നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നിബൗരി നീം കാ ഫ്രൂട്ട്, നീം കാ ഫൽ, നീം കാ ഫൽ. ഇപ്പൊ അതിന്റെ സമയമാണ്. നീം എന്ന് പറയുന്നത് എന്താ? ആര്യവേപ്പ് കണ്ടിട്ടുണ്ടോ? ആര്യവേപ്പ് എന്ന് പറയുന്ന ചെടിയില്, ആര്യവേപ്പ് ഉള്ളവരൊക്കെ ഇതിന് നോക്കിക്കോളാം. അതിനകത്ത് മഞ്ഞ കളറില് ഗോൾഡ് സ്പോട്ടിന്റെ കാവുള്ളൊരു കാവ്, മഞ്ഞ കളറിൽ. അത് പഴുത്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളറാണ്. ആ കാ തിന്നാനായിട്ട് എല്ലാ പക്ഷികളും വന്നത് കൊത്തി തിന്നും. അപ്പൊ ഇവിടെ പക്ഷി നമ്മളോട് പറയുകയാണ് കഹീം ഹരി ഹേ കടുക് നിബൗരി, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? കടുക് നിബൗരി, ഈ കൈപ്പുള്ള നീമിന്റെ ഫ്രൂട്ടാണ്. പിന്നെ എന്തിനേക്കാളും കനക് കട്ടോരി കി മൈദാസെ. കനക് കട്ടോരി മീൻസ് ഗോൾഡൻ ബൗൾ. കനക് എന്താണെന്ന് വെച്ചിട്ടുണ്ട്? കനക് മീൻസ് സോന, സ്വർണം. പിന്നെ കട്ടോരി, കട്ടോരി എന്താ? പാത്രം അല്ലെ? ഈ സ്വർണം കൊണ്ടുള്ള പാത്രത്തിൽ വെച്ചിരിക്കുന്ന മൈദാസെ. മൈദ എന്ന് പറഞ്ഞാൽ ഫ്ലോർ പൊടി, നമ്മൾ സാധാരണ അരിപ്പൊടി ഗോതമ്പ് പൊടി ഒക്കെ പറയാറില്ല, അതുപോലുള്ള ധാന്യത്തിന്റെ പൊടി. നമ്മൾ സാധാരണ പക്ഷികളെയൊക്കെ കൂട്ടിലിട്ടാൽ എന്ത് ചെയ്യും? കുറച്ച് ഗ്രെയിൻസ്, അരിയുടെ ചെറിയ താവലൊക്കെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അരി ഇട്ട് കൊടുക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേപ്സിന്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും. പിന്നെ പക്ഷിയുടെ തന്നെ തീറ്റയുണ്ട് അല്ലേ? പക്ഷിത്തീറ്റകൾ നമ്മുടെ ഈ എന്താണ് പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടും, അത് വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ ഇവിടെ കവി പറയുന്നത് എന്താണ്? കവി നമ്മളോട് പറയാണ് പക്ഷിയുടെ ആഗ്രഹം ഇതാണ്. എന്താണ്? നിങ്ങൾ എന്നെ പിടിച്ച് കൂട്ടിലാക്കണ്ട, എനിക്ക് കൂട്ടിൽ കിടന്നാൽ പാടാൻ സാധിക്കില്ല. മാത്രമല്ല എനിക്കിഷ്ടം ഒഴുകിപ്പോകുന്ന വെള്ളം കുടിക്കാൻ, നദിയിലെ വെള്ളം കുടിക്കാൻ. പിന്നെ അങ്ങനെയുള്ള ഞാൻ മരിച്ചു പോകും, വിശന്ന് കുഴഞ്ഞ് വെള്ളം കുടിക്കാതെ തളർന്ന് മരിച്ചു വീഴും. എനിക്കിഷ്ടം എന്താണ്? ഈ ഏറ്റവും നല്ലതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പറയുകയാണ് എനിക്കിഷ്ടം എന്താണ്? കടുക് നിബൗരി, കൈപ്പുള്ള നീമിന്റെ ഫ്രൂട്ടാണ്. സ്വർണത്തിന്റെ പാത്രത്തിൽ വെച്ചിരിക്കുന്ന എന്താണ്? ഈ ഫ്ലോർ. അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ഈ കൈപ്പുള്ള നിബൗരിയാണെന്നാണ്, ഈ നീമിന്റെ ഫ്രൂട്ട്, ആര്യവേപ്പിന്റെ കായാണെന്നാണ് കവി ഇവിടെ നമ്മളോട് ഈ പദ്യത്തിലൂടെ പക്ഷി നമ്മളോട് പറയുന്നത്. അപ്പൊ അടുത്ത ലൈൻ നോക്കിയേ. स्वर्ण श्रृंखला के बंधन में अपनी गिरी डाल सब भूले बस सपनों में देख रहे हैं तरु की भूंगी पर के झूले. പിന്നെയും പക്ഷി പറയാണ് स्वर्ण श्रृंखला के बंधन में, स्वर्ण श्रृंखला के बंधन में होकर. स्वर्ण श्रृंखला മീൻസ് സ്വർണം കൊണ്ടുള്ള ചങ്ങല. സ്വർണ്ണ ചങ്ങലയിൽ അടച്ചിട്ടിരിക്കുന്ന കാരണം, ഈ സ്വർണ്ണച്ചങ്ങല ഈ സ്വർണ്ണക്കൂട്ടിൽ അടച്ചിരിക്കുന്നത് കാരണം. ബന്ധനം മീൻസ് എന്താ? കെട്ടിയിടപ്പെട്ട അവസ്ഥയിൽ, അതായത് കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥയിൽ. അപ്പിനി ഗതി, ഗതി പക്ഷിക്കൊരു സ്പീഡുണ്ട് അല്ലേ? നമ്മൾ ഒരു ചെറിയ പക്ഷിയെ പോലെ ഇങ്ങനെ പിടിക്കാൻ കൈകൊണ്ടിരുന്നാൽ അത് നമ്മൾ കൈ എത്തുന്നതിന് മുമ്പ് അത് പറന്നു പോകും. പക്ഷി പറയാണ് ഈ കൂട്ടിലടയ്ക്കപ്പെട്ട് ഞങ്ങളുടെ ഗതി മീൻസ് സ്പീഡ്, ഞങ്ങളുടെ വേഗത അല്ലെ? ഗതി സ്പീഡ്, അതിന്റെ സ്പീഡ് മറന്നുപോയിരിക്കുന്നു എന്നാ പറഞ്ഞു. ഉഡാൻ മീൻസ് പറക്കൽ. സബ് പൂലേ, എല്ലാം മറന്നുപോയിരിക്കുന്നു.
പക്ഷി പറയാണ് സ്വർണ്ണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട് ഞങ്ങളുടെ സ്പീഡും ഞങ്ങളുടെ പിന്നെ പറക്കലും ആ പറക്കാനുള്ള കഴിവ് അതൊക്കെ മറന്നുപോയിരിക്കുന്നു, അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. ബസ് സപ്നോ മേ ദേഖ് രഹേ ഹേ ബസ്. ഞങ്ങളിപ്പോ കാണുന്ന എന്ത് മാത്രമാണ്? സപ്നോ മേ, സപ്ന മീൻസ് ഡ്രീം. ഞങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രമാണ് കാണുന്നത്. എന്ത് കാണുന്നു? തരുകി പുൻകി പർഖേ ചൂലേ. സ്വപ്നങ്ങളിൽ കാണുന്നത് എന്താണ്? എന്താണ് കാണുന്നത്? തരു. തരു എന്താണ്? തരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. തരു മീൻസ് ബേർഡ്. ഇപ്പൊ സ്വപ്നങ്ങളിൽ കാണുന്നത് തരുകി പുൻകി പർഖേ ചൂലേ. മരത്തിന്റെ ഏറ്റവും ടോപ്പിലെ ബ്രാഞ്ചിൽ, ആ ഏറ്റവും മുകളിലുള്ള ശിഖരത്തിൽ ഇരുന്നിട്ട് ചൂല, ചൂല എന്താ? സ്വിംഗ്, ഊഞ്ഞാൽ അല്ലേ? പക്ഷെ ഇതിനെങ്കിലും എത്ര കാറ്റുണ്ടെങ്കിലും മരത്തിന്റെ ടോപ്പില് ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാഞ്ചിൽ പോയിരുന്നിട്ട് അതിന്റെ ഒരു അറ്റത്തെ ശിഖരത്തിൽ ഇരുന്നിട്ട് കാറ്റ് താടുമ്പോൾ ആ മരത്തിൽ ഇരുന്ന് ഇങ്ങനെ ആടും അല്ലേ? നമ്മളാണെങ്കിൽ കാറ്റ് വരുന്നതോ ഓടി വീടിനകത്ത് കയറി പേടിച്ചു. പക്ഷെ പക്ഷികൾക്ക് ഇഷ്ടം ഈ കാറ്റാണ് അല്ലേ? അപ്പൊ ഇവിടെ പക്ഷി നമ്മളോട് പറയാണ് എനിക്കിഷ്ടം ആ മരത്തിന്റെ ടോപ്പിൽ ഇരുന്നിട്ട് ആ ഊഞ്ഞാലിൽ ഇരുന്നാടുകയാണ്. പക്ഷി പറയുന്നത് ആ മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ ചില്ല അതിൽ ഊഞ്ഞാലാണെന്നാണ്. തരുകി ഭുങ്കി പർക്കേ ഝൂലേ. ഝൂല മീൻസ് ഊഞ്ഞാൽ അല്ലേ? എന്താണ് അതിൽ പറയുന്നത്? സ്വർണ്ണ ശൃംഖലാകെ ബന്ധൻ മേ അപ്പനി ഗതി ഉഡാൻ സബ് ഭൂലേ ബസ് സപ്പനോ മേ ദേഖ് രഹേ ഹേ തരുകി ഭുങ്കി പർക്കേ ഝൂലേ. അപ്പൊ പക്ഷി ഇപ്പൊ പറയാണ് എനിക്കിപ്പോ എന്താണ് കാണുന്നത്? ഞാൻ ആകെപ്പാടെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. പക്ഷെ പറയാണ് ഞാൻ സ്വപ്നത്തിൽ മാത്രമാണ് മരത്തിന്റെ മുകളിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്നത്. അല്ലാതെ കൂട്ടിലടയ്ക്കപ്പെട്ട് എനിക്ക് പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, മറന്നു പോയിരിക്കുന്നു. പിന്നെ എന്താ പറയുക, എൻ്റെ ഒരു സ്പീഡ്, എനിക്ക് എത്ര വേഗത്തിൽ പറക്കാൻ കഴിയുമെന്ന് പോലും എനിക്കറിയില്ല. പറക്കാൻ എനിക്കറിയില്ല, മറന്നു പോയിരിക്കുന്നു. ഇപ്പൊ ഞാൻ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഈ മരത്തിന്റെ മുകളിലത്തെ ടോപ്പിലെ ബ്രാഞ്ചിലുള്ള ഈ എന്താണ് ഊഞ്ഞാല് കാണുന്നത് എന്നാണ് കവി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ആദ്യത്തെ 3 സ്റ്റാൻസയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 സ്റ്റാൻസയും 5 ടൈംസ് ഇന്ന് തന്നെ വായിക്കാം. Everybody should read the textbook at least 5 times these 3 stanzas. Okay, today we can wind up the class.